കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ കീഴിൽ മഹിളാ സംഘടനയായ വയലാർ രാമവർമ്മ മഹിളാ സാംസ്കാരിക വേദി എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സംഘടനയുടെ സംസ്ഥാന ഉദ്ഘാടനവും കേരളത്തിലെ കലാ സാംസ്കാരിക സിനിമാ വ്യവസായ രംഗങ്ങളിലും സംഗീത മേഖലയിലും കഴിവ് തെളിയിച്ച വനിതാ പ്രതിഭകളെ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നന്ദാവനം കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ മലയാള ചലച്ചിത്ര താരം മേനകയും ജി സുരേഷ് കുമാറും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ, ഡോക്ടർ പാർവതി, ഡോക്ടർ EM രാധ, ഡോക്ടർ VT രമ, റാണി മോഹൻദാസ്, ഗിരിജ സേതുനാഥ്, വീണ നായർ, മുൻ മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ഡോക്ടർ ഉദയകല എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. മഹിളാവേദി പ്രസിഡന്റ് സതി തമ്പിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സെക്രട്ടറി മിനി ദീപക് സ്വാഗതം ആശംസിക്കും. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി സെക്രട്ടറി മണക്കാട് രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ പങ്കെടുത്ത് അറിയിക്കുകയായിരുന്നു. അവരുടെ ഹസ്ബൻഡ് സുരേഷ് കുമാറും കൂടെ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ആ അവസരത്തിൽ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ, ഡോക്ടർ പാർവതി, ഡോക്ടർ EM രാധ, ഡോക്ടർ VT രമ, റാണി മോഹൻദാസ്, ഗിരിജ സേതുനാഥ്, വീണ നായർ, അതുപോലെ തന്നെ മുൻ മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ഡോക്ടർ ഉദയകല എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. അന്നേ ദിവസം വനിതാ പുരസ്കാരങ്ങൾ കൂടി നൽകുന്ന ഒരു ചടങ്ങും കൂടി അന്ന് 18/5/2024 നടക്കും. സിനിമാ മേഖലയിൽ നമുക്കറിയാം, സിനിമാ നിർമ്മാണ രംഗത്തെ പ്രശസ്ത സഹോദരിമാരാണ് PVGയുടെ മക്കളായ SK ഫിലിംസിൻ്റെ ഷെനികയും ഷെക്നയും ഷർഗയും. ഈ പ്രതിഭകൾക്ക് വയലാർ രാമവർമ്മ കലാരത്ന പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നടനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, സിത്താര ബാലകൃഷ്ണൻ, അതുപോലെ അശ്വതി നായർ, ലക്ഷ്മി ബാലൻ എന്നീ പ്രതിഭകൾക്ക് വയലാർ നടനമുദ്ര പുരസ്കാരം നൽകി ആദരിക്കുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് വളരെ പ്രസിദ്ധരായ ശ്രീമതി ലത ധനഞ്ജയൻ, ശ്രീമതി ഷീല ബേബി ജോണിൻ്റെ മകള്, ശ്രീമതി അമ്പിളി ജേക്കബ്, TM ജേക്കബിൻ്റെ മകൾ എന്നിവർക്ക് വയലാർ സാമൂഹ്യ സേവന പുരസ്കാരം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പാമ്പ് പിടുത്തത്തിൽ വാവാ സുരേഷിനെയാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. പക്ഷെ അവിടെ ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്. റോഷ്നി GS എന്ന ഒരു വനിതയും കൂടി ഈ പാമ്പ് പിടുത്തത്തിൽ വളരെ പ്രഗത്ഭയായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. ആ കഴിവ് തെളിയിച്ച ആ സ്ത്രീരത്നത്തിനും നമ്മൾ അവാർഡ് നൽകുന്നതായിരിക്കും. കവിതാ രംഗത്ത് പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ ഉദയകലയ്ക്ക് വയലാർ പുരസ്കാരം നൽകുന്നു. കലാസാമൂഹ്യ പ്രവർത്തകർ സുഷമ വിജയലക്ഷ്മിക്ക് വയലാർ പുരസ്കാരം നൽകുന്നു. ചലച്ചിത്ര പിന്നണിയായ ഗാനരംഗത്ത് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സ്ഥിരം സാന്നിധ്യമായ ഗായികമാരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഖില ആനന്ദും പ്രമീളയും സരിത രാജീവും, അതുപോലെ സിന്ധു പ്രതാപും, സരിതാറാമും, ആതിര മുരളിയും, അപർണ മുരളി, രാധിക രാമചന്ദ്രൻ, അതുപോലെ നമ്മുടെ പ്രാർത്ഥനക്കുട്ടി എന്നിവർക്ക് വയലാർ സംഗീത പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവതരണ രംഗത്ത് ആങ്കർ മേഖലയിൽ വയലാർ സാംസ്കാരിക വേദിയുടെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ആരതി ലാലിന് വയലാർ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അതിനുശേഷം വയലാറിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പ്രശസ്ത പിന്നണി ഗായകരായ പന്തളം ബാലൻ, രവിശങ്കർ, തേക്കടി രാജൻ, അഖില ആനന്ദ്, പ്രമീള, സരിത രാജീവ്, സിന്ധു പ്രതാപ്, സരിതാറാം, ആതിര മുരളി, അപർണ നമ്പൂതിരി, രാധിക രാമചന്ദ്രൻ, രഞ്ജിനി സുധീരൻ, അതുപോലെ തന്നെ പ്രാർത്ഥന രതീഷ് എന്നിവരും വയലാർ ഗായക സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ ഉണ്ടായിരിക്കും. ഇതാണ് ചുരുക്കത്തിൽ ഇന്ന് എല്ലാവരെയും അറിയിക്കാനുള്ളത്. ഇതൊരു ഞങ്ങളുടെ ഈ സംരംഭത്തിന് ഒരു വലിയ പിന്തുണ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കാനുള്ളത്. വലിയ കവറേജ് പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ കൊടുക്കണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ വനിതാ സംഘടന തുടങ്ങുകയാണ്. അതിന് എല്ലാവരുടെ സഹകരണവും പ്രാർത്ഥനയും എല്ലാം വേണം. അതൊന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി ദീപക്. ഞാൻ വയലാർ സാംസ്കാരിക മഹിളാ വേദിയുടെ സെക്രട്ടറിയാണ്. ഇത് മാധ്യമ രംഗത്ത് നിന്നും നമ്മൾ എല്ലാ പിന്തുണയും നമുക്ക് വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ചന്ദ്രിക മാഡത്തിനെ പോലെയും ജയശ്രീ ചേച്ചിയെ പോലെയൊക്കെയുള്ള പ്രമുഖരായ വ്യക്തികൾ നമ്മുടെ ഒപ്പം ഉണ്ട്.
അപ്പോൾ പുറമേ ഉള്ള വനിതാ ഇതിനെ നമ്മൾ ഒരുപാട് പദ്ധതികൾ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ പിന്തുണയും എല്ലാവരുടെ നിന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ വയലാർ സാംസ്കാരിക വേദി കഴിഞ്ഞ 20 വർഷമായി വയലാർ രാമവർമ്മയെക്കുറിച്ച് അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക വേദിയും ചാരിറ്റി പ്രവർത്തനങ്ങളും തിരുവനന്തപുരത്ത് നടന്നു വരികയാണ്. നമ്മുടെ ആരാധ്യനായ നമ്മുടെ മുൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ചെയർമാനായിരുന്ന CMD ആയിരുന്ന രാജ്മോഹൻ സാറ്, അതുപോലെ തന്നെ നിരവധി മഹത് വ്യക്തികൾ ചെയർപേഴ്സണായിട്ടുള്ള ഈ ഒരു വയലാർ സാംസ്കാരിക വേദി എന്ന ജനറൽ സംഘടനയ്ക്ക് മഹിളാ വിഭാഗമായി ഇപ്പോൾ മുതൽ കമ്മിറ്റി നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സാംസ്കാരിക പരിപാടികൾക്ക് ഉപരി തിരുവനന്തപുരം നഗരത്തിലെ ചാരിറ്റി പ്രവർത്തനം, അതുപോലെ തന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ നൃത്തത്തിനും ഗാനരംഗത്തും സാധാരണക്കാരായവരെ മുൻപന്തിയിൽ കൊണ്ടുവരുവാൻ സാംസ്കാരിക വേദി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മാതൃസംഘടന വയലാർ സാംസ്കാരിക വേദി പ്രവർത്തനം 20 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊരു പിന്തുണയായിട്ടാണ് നഗരത്തിലെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ സതി തമ്പി ചേച്ചിയെയും മിനി ദീപക്കിനെയും ജയശ്രീ ഗോപാലകൃഷ്ണനും ഇതിനെല്ലാം ചെയർപേഴ്സണും രക്ഷാധികാരിയുമായിട്ട് മുൻ മേയറായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രജി ചേച്ചിയും വേണ്ട പിന്തുണകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ നൃത്ത മേഖലയിലുള്ള പ്രഗാറ്റ ഗിരിജ ചേച്ചി, അതുപോലെ തന്നെ സിത്താര ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ഘാടനത്തിനെത്തുമെന്ന് പറഞ്ഞ മേനക തുടങ്ങിയ പ്രഗത്ഭരായുടെ അവരുടെ പിന്തുണയും സാമ്പത്തിക സഹായങ്ങളും എല്ലാം നമുക്ക് തന്ന് ഈ അനന്തപുരിയിലെ വലിയൊരു സാംസ്കാരിക സംഘടനയായിട്ട് വയലാർ സാംസ്കാരിക വേദി വളർത്തിയതുപോലെ അതിൻ്റെ മാതൃപ്രസ്ഥാനമായ നമ്മുടെ വയലാർ സാംസ്കാരിക വേദി മഹിളാ വിഭാഗത്തെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ ദൃശ്യ മാധ്യമ പത്ര സോഷ്യൽ മീഡിയയിലുള്ള സഹോദരന്മാർ പരിശ്രമിക്കണം. വേണ്ട കവറേജ് തന്ന് ഈ പരിപാടി വൻ വിജയമാക്കുവാൻ സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായി നമ്മുടെ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളോട് അപേക്ഷിച്ചുകൊള്ളുന്നു. നമ്മുടെ ഇതിൻ്റെ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള നമ്മുടെ വിജയകുമാർജിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വയലാർ സാംസ്കാരിക വേദിയുടെ 20ാമത് വാർഷികത്തോടനുബന്ധിച്ച് അനന്തപുരിയിൽ മഹിളാ കൂട്ടായ്മ വയലാർ സാംസ്കാരിക വേദിയുടെ മഹിളാ വിഭാഗം രൂപീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രഥമ ഉദ്ഘാടനം 18-ാം തീയതി നന്ദാവനത്തുള്ള PN പണിക്കർ ഹാളിൽ വെച്ച് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പ്രശസ്ത നടി മേനകാ സുരേഷും ഭർത്താവ് സുരേഷ് കുമാറും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അനന്തപുരിയിലെ 20 വർഷമായി കലാസാംസ്കാരിക രംഗത്ത് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനവും അനന്തപുരിയുടെ ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചതാണ് വയലാർ സാംസ്കാരിക വേദി. നിർധരരായ യുവതിയുവാക്കളുടെ സംഗീതവും നൃത്തവും അഭിനയവും പഠിപ്പിക്കുക, പാടുവാൻ താല്പര്യമുള്ള പാവപ്പെട്ട കുട്ടികളെ പാട്ട് പ്രോത്സാഹിപ്പിക്കുക, ചാരിറ്റി പ്രവർത്തനം എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ ധനസഹായങ്ങൾ നൽകുക, നിർധരരായ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടത്തുക തുടങ്ങി നിരവധി സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം പട്ടണങ്ങളിലും താലൂക്കുകളിലും വയലാർ സാംസ്കാരിക വേദി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വയലാർ രാമവർമ്മയുടെ പേരിൽ എല്ലാ വർഷവും സ്മൃതി പുരസ്കാരങ്ങൾ കൊടുക്കുകയും സമൂഹത്തിലെ പ്രതിബദ്ധതയുള്ളവരെ കോർത്തിണക്കിക്കൊണ്ട് സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നവരെ ആദരിക്കുകയും സിനിമ അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്ത് 20 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ്. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക സംഘടനയായിട്ട് വയലാർ സാംസ്കാരിക വേദി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന് മുന്നോടിയായിട്ട് മാതൃസംഘടനയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി വനിതാ വിഭാഗം സതി തമ്പിയുടെ പ്രസിഡൻ്റായിട്ടും മിനി ദീപക് സെക്രട്ടറിയായും മുൻ മേയർ ചന്ദ്രിക ചെയർപേഴ്സണായും ജയശ്രീ ഗോപാലകൃഷ്ണൻ കോ ചെയർപേഴ്സണായിട്ടും
ഒരു സംസ്ഥാനതല സമിതി തന്നെ വയലാർ സാംസ്കാരിക വേദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ രാജ്മോഹൻ സാറ്, അദ്ദേഹം ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ CMD ചെയർമാൻ പദവിയിലും പൊല്യൂഷൻ കൺട്രോൾ ചെയർമാൻ ബോർഡ് ഇരുന്ന് സ്വരലയ പോലുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹത് വ്യക്തിയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ വയലാർ സാംസ്കാരിക വേദിയുടെ അധ്യക്ഷൻ. അതുപോലെ തന്നെ നിരവധി രക്ഷാധികാരികളായിട്ട് പൗരപ്രമുഖരും മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമചന്ദ്രൻ സാറും അതുപോലെ തന്നെ നിരവധി വ്യക്തിത്വങ്ങൾ നമുക്ക് വേണ്ട പ്രചോദനങ്ങളും കാര്യങ്ങളും ചെയ്തു വരുന്നു. ഈ വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരത്തും കേരളത്തിലും അകമഴിഞ്ഞ് സഹായിക്കുന്ന എല്ലാ വയലാർ സാംസ്കാരിക വേദി, വയലാറിനെ സ്നേഹിക്കുന്ന, ആ പഴയകാല ഗാനങ്ങളെ സ്നേഹിക്കുന്ന, ഇന്നും വയലാറിൻ്റെ ഒരു വരിക പോലും മൂളാത്ത വ്യക്തികൾ മലയാളികളില്ല. ആ തന്നെ ശുദ്ധ മലയാളത്തെ സംരക്ഷിക്കുന്ന ഇന്നാട്ടിലെ എല്ലാ മഹാത്മാക്കളും ഈ 18-ാം തീയതിയുള്ള ഉദ്ഘാടന പരിപാടിയിൽ എത്തണം. ഈ മഹിളാ ഐക്യവേദിയെ, മഹിളാ സംഘടനയെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ നടത്തുന്നു. ജയ് ഭാരത്.